Deyavanam Educational and Cultural Centre അപദാന ചടങ്ങിന് വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. 28 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ തുടക്കമായി ഇപ്പോൾ ഒരു മഹാ സാംസ്കാരിക കേന്ദ്രമായി വളർന്നിരിക്കുന്ന ദയാപുരത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക കടപ്പാടുകൾ, സമൂഹത്തോടുള്ള ബാധ്യതകൾ ഇത്തരത്തിലാണ് ദയാപുരം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. ദയാപുരം ജാതി മത രാഷ്ട്രീയ സങ്കുചിത മനോഭാവങ്ങൾക്ക് എതിരാണ്. ദയാപുരം മാനുഷിക മൂല്യത്തെയും ദയയെയും കാരുണ്യത്തെയും സ്നേഹത്തെയും വളർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാസ്ഥാപനമാണ്. അവിടെ ചെറിയ കുട്ടികൾ മുതൽ MA, MSc ക്ലാസ് വരെയുള്ള പഠിക്കുന്ന മുതിർന്ന കുട്ടികളെയൊക്കെ അവിടെ ഞങ്ങൾ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മഹാസ്ഥാപനമാണ്. അതിൻ്റെ ചെയർമാൻ ശ്രീ PP ഹൈദർ ഹാജിയാണ്. അത് ദയാപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറയാവുന്നത് ദയാപുരം കോംപ്ലക്സിലെ ഓർഫനേജാണ്. അനാഥ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളവരെ അനാഥ കുട്ടികളെന്ന് പറയാറില്ല. അവരെ ഞങ്ങൾ മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന സമൂഹത്തിലെ ഉയർന്ന കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ അവരെയും അവരുടെ കൂട്ടത്തിൽ എത്തി പഠിപ്പിക്കുകയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ജാതിയില്ല, മതമില്ല, മറ്റൊരു ചിന്താഗതിയുമില്ലാതെ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളെയും ഞങ്ങൾ അവിടെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം വീണ്ടും വളർന്ന് മഹത്തായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ ചുരുക്കി പറയട്ടെ. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഷെയ്ഖ് അൻസാരി അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ദയാപുരം ഷെയ്ഖ് അൻസാരി അവാർഡ് ക്രിസ്റ്റ സ്തദൽവ എന്ന മഹതിക്കും പിന്നീട് രണ്ടാമതായി ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്ന അവാർഡ് തിരൂരങ്ങാടി യതീംഖാനയ്ക്കുമാണ് നൽകിയിരുന്നത്. ഈ വർഷം എൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവാർഡ് കമ്മിറ്റി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനായ നമ്മുടെ പ്രിയപ്പെട്ട DM സുധീരന് വ്യക്തിഗത പുരസ്കാരം നൽകാനും സംഘടനയ്ക്കുള്ള പുരസ്കാരം ശാന്ത ജോസ് എന്ന മഹതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രയ എന്ന സംഘടനയ്ക്ക് നൽകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഏകകണ്ഠമായ ആ തീരുമാനം ഇന്ന് ഇവിടെ വെച്ച് നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ സമ്മേളനത്തിൽ സുധീരന് അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എളിയ സുഹൃത്തു കൂടിയായ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വിഷമമുണ്ട്. മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മഹാന്മാരായ എഴുത്തുകാരിൽ ഒരാളാണ് MT വാസുദേവൻ നായർ. ജ്ഞാനപീഠം അവാർഡ് നേടിയ അദ്ദേഹത്തിന്റെ രചനകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം അദ്ദേഹം ഏത് തരത്തിൽപ്പെട്ട എഴുത്തുകാരനാണ് എന്ന്. എനിക്ക് അദ്ദേഹത്തിന്റെ കൃതികളെക്കാൾ കൂടുതൽ പരിചയം MT എന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സ്നേഹം, അദ്ദേഹത്തിന്റെ വാത്സല്യം അനുഭവിച്ചാണ് എന്നെപ്പോലുള്ള ആൾക്കാര് ജീവിച്ചു പോകുന്നത് എന്ന് മാത്രം ഞാൻ ചുരുക്കി പറയട്ടെ. PM സുധീരനെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് തിരുവനന്തപുരത്ത്
പഠിക്കുന്ന കാലം മുതൽ പഠിച്ചു കഴിഞ്ഞ അധ്യാപകനായ അവസരത്തിലും ഒക്കെ അദ്ദേഹവുമായി അടുത്ത് ബന്ധപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം AK ആന്റണിയോടൊപ്പവും ഉമ്മൻചാണ്ടിയോടൊപ്പവും PC ചാക്കോയോടൊപ്പവും ഹസനോടൊപ്പവും ഒക്കെ പ്രവർത്തിക്കുന്നത് നേരിൽ കാണുവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ സഹോദരിയുടെ ഭർത്താവ് തിരുവനന്തപുരം കോൺഗ്രസ് പാർട്ടി ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എപ്പോഴും വന്ന് ഇവരെ കുറിച്ചൊക്കെ എന്നോട് പറയുമായിരുന്നു. അങ്ങനെ സുധീരനെ കുറിച്ചും ആന്റണിയെ കുറിച്ചും PC ചാക്കോയെ കുറിച്ചും ഹസനെ കുറിച്ചും ഒക്കെ എനിക്ക് ധാരാളം നേരിട്ടുള്ള അറിവ് തന്നെ ഉണ്ട്. അതിനെ കുറിച്ചൊന്നും പറയാനുള്ള ഒരു അവസരമല്ല ഇത്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അദ്ദേഹത്തിനോട് എപ്പോഴും ഒരു സ്നേഹവാത്സല്യം തോന്നിയിരുന്നു. ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് 10 വയസ്സിന് വ്യത്യാസം ഉണ്ടാകുന്ന തോന്നുന്നു. എനിക്ക് 10 വയസ്സ് അദ്ദേഹത്തെക്കാൾ കൂടുതലാണ്. പക്ഷെ എനിക്ക് എന്തോ എന്റെ ഒരു സഹോദരനോടുള്ളതുപോലെ ഒരു മമത, ഒരു ബന്ധം എനിക്ക് അദ്ദേഹത്തിനോട് എന്നും തോന്നിയിട്ടുണ്ട്. സമൂഹത്തിന്റെ ദുഷ്ടതകളെ കുറിച്ചും ഗുണനിലവാരങ്ങളെ കുറിച്ചും ഒരു ചെറിയ കുട്ടിയെ പോലെ വിളിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്കും ഇഷ്ടമായിരുന്നു. എന്നും അദ്ദേഹത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രവർത്തകർ കുറവാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സേവ പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ ധാരാളമുള്ള ഈ നാട്ടിൽ സ്വന്തം ആകെ പോലും തെറ്റ് ചെയ്താൽ വിമർശിക്കാൻ തടസ്സമൊന്നുമില്ലാത്ത ധീരത കാണിക്കുന്ന അദ്ദേഹം നമ്മുടെ ഒക്കെ ഒരു ആരാധ്യ പുരുഷനാണ് എന്ന് പറയുന്നത് തെറ്റില്ല. അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും അറിഞ്ഞാണെന്ന് തോന്നുന്നു സുധീരൻ എന്ന് പേരിട്ടത്. നീ എവിടെ പോയാലും സുധീരമായി പ്രവർത്തിക്കുക, നീ ഒരിക്കലും ഭയപ്പെടരുത് എന്ന് ജനിച്ച അന്ന് മുതൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും അറിഞ്ഞ് ആ പേര് നൽകിയത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തെ കുറിച്ചൊന്നും ഈ അവസരത്തിൽ അധികം പറയാൻ ഞാൻ ഉരുപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. കൃത്യ സമയത്ത് തുടരണമെന്നും കൃത്യ സമയത്ത് പോകാൻ അനുവദിക്കണമെന്നും ഒക്കെ പറഞ്ഞ് എന്നോട് 2 തവണ പറഞ്ഞു. എന്തൊക്കെയോ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയോ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചാണ് നടക്കുന്നത്. എന്താണ് വെളികൊണ്ടാൻ പോകുന്നത് എന്ന് എനിക്ക് പറയാൻ വയ്യ. എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് പോകുള്ളെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദയാപുരത്തിന്റെ സ്നേഹഭാവത്തിൽ വാസുദേവൻ നായർ എന്ന മഹാനായ എഴുത്തുകാരൻ ഇവിടെ സുധീരന് അവാർഡ് നൽകുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ദയാപുരത്തോട് കാണിക്കുന്ന സ്നേഹ വാത്സല്യങ്ങൾക്ക് അതിരില്ല. വാസ്തവത്തിൽ ദയാപുരത്തിന്റെ ഒരു ചടങ്ങ്, അതും സുധീരനെ പോലെയുള്ള ഒരാളിന് ഒരു അവാർഡ് നൽകുന്നു. സുധീരനെ വളരെ ഇഷ്ടമാണെന്ന് എക്കെയുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സുധീരനെ പോലെ ഉള്ളവര് ഈ നാട്ടിൽ ഉണ്ടാകണം ബഷീറെ എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യത്തിന് പാത്രനായി തീരുക എന്നത് വലിയ ഒരു ആശ്വാസം കൂടിയാണ്. അദ്ദേഹം ദയാപുരത്തോട് ഞങ്ങളോടെല്ലാം കാണിക്കുന്ന സ്നേഹ വാത്സല്യത്തിന് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞു. ഈ വാർദ്ധക്യകാലത്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ദയാപുരത്ത് കൂടെ എത്തുകയും ദയാപുരത്തിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവസാനകാലം സുഖകരമായി സന്തോഷമായി കഴിയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കണം ദയാപുരത്തോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. ഞാൻ ദയാപുരത്ത് പോകുന്നത്, അവിടെ ചെന്ന് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നത് യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ്. എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാവപ്പെട്ട കുട്ടികളുടെ ഫണ്ടിലേക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്യാൻ പോകുന്നത്. അതുപോലെ പല സുഹൃത്തുക്കളുണ്ട്. ഞാൻ മാത്രമല്ല, 5-8 പേര് അതുപോലെ വന്ന് ദയാപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വൈദ്യകാന്തിക്ക് ഞാൻ സ്വാഗതം പറയുന്നില്ല. കാരണം
ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അവാർഡ് വാങ്ങാൻ വേണ്ടി ആശ്രയിലെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള ശ്രീമതി ശാന്ത ജോസ് അവരൊരു മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ക്യാൻസർ സെന്ററിന്റെ പാവപ്പെട്ട രോഗികൾക്ക് ദിവസവും ആഹാരം എത്തിച്ചു കൊടുക്കുകയും കഴിഞ്ഞ 10-16 വർഷമായി നിരന്തരം ആ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ശ്രീമതി ശാന്ത ജോസിനും അവരുടെ കൂടെ എത്തിയിട്ടുള്ള സുഹൃത്തുക്കൾക്കും എല്ലാം തന്നെ ഞാൻ ഹാർദമായ സ്വാഗതം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അവർക്ക് അവാർഡ് നൽകാൻ എത്തിയിട്ടുള്ളത് ഷെയ്ഖ് ഇബ്രാഹിം അബ്ദുള്ള അൽ അൻസാരിയാണ്. മഹാനായ അൻസാരിയുടെ ഷെയ്ഖ് അൻസാരിയുടെ പുത്രനായ ഷെയ്ഖ് ഇബ്രാഹിം അബ്ദുള്ള അൽ അൻസാരി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അദ്ദേഹം മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം. കോളേജ് മാഗസിൻ റിലീസ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അൻസാരി ഷെയ്ഖ് അൻസാരിയുടെ മകൻ അലി അബ്ദുള്ള അൽ അൻസാരിയാണ്. അദ്ദേഹം കവിയാണ്. അറബിയിൽ അതിമനോഹരമായ കവിത എഴുതുന്ന ഒരു കവിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അറിയപ്പെടുന്ന കവിയാണ്. എഴുത്തുകാർക്കും നാം നൽകുന്ന സ്നേഹാദരമുണ്ടല്ലോ, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന്റെ കവിത പുസ്തകം ഞാൻ കണ്ടു. വലിയൊരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിരിക്കുന്നു എത്ര ചെറുപ്പത്തിലെ. തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നത്. ഇവിടെ അഭിനന്ദന സൂചകമായി ഒരു പ്രസംഗം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ഡോക്ടർ KP മോഹനനാണ്. ദേശാഭിമാനി വീക്കിലിയുടെ പത്രാധിപർ ആണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ശിഷ്യനാകാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എന്നെ അത്ഭുതകരമായി മറ്റൊരാളുടെ കയ്യിലാണ് PhD വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നെ ഒരു ഗുരുനാഥനായാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. സംജിത എന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. കുട്ടി അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നല്ലൊരു കുട്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളുമായിട്ട് ഞങ്ങളോടൊക്കെ വന്ന് കാണാറുണ്ട്. സംജിതയ്ക്കും ഞാൻ സ്വാഗതം പറയുന്നു. ഇവിടെ കൂടി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമസ്കാരം. Thank you, Dr. Imam Rashid sir, for welcoming all. Mr. C.T. Abdul Rahim, our patron, whose vision is his mission, is here with us. May I invite you, sir, to give a preface. ബഹുമാനപ്പെട്ട ഹൈദരാജി അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഡോക്ടർ ഷെയ്ഖ് ഇബ്രാഹിം അബ്ദുള്ള അൽ അൻസാരി, അലി അബ്ദുള്ള അൽ അൻസാരി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഞാൻ വിളിച്ച് പറയേണ്ട കാര്യമില്ലാത്ത വിധം നമ്മുടെ ഹൃദയത്തോട് ഹൃദയഭാഷയോട് അലിഞ്ഞു ചേർന്ന ബഹുമാന്യനായ MT വാസുദേവൻ നായർ, നേരത്തെ പറഞ്ഞ പോലെ വളരെ ധീരമായി പ്രവർത്തിച്ചു വരുന്ന ഞങ്ങൾക്കൊക്കെ മാതൃക കാണിച്ചു തരുന്ന സുധീരൻ സർ, മോഹനൻ, മോഹനൻ, MM ബഷീർ സർ, ശാന്ത ജോസ്, വിദ്യാർത്ഥിനികളെ, സദസ്സിലും ഡയസിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും. പരമകാരുണികന്റെ അനുഗ്രഹം നമ്മിലെല്ലാം വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയാപുരം എന്ന സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സേവന മേഖലകളിൽ ദയാപുരം എന്ന കേന്ദ്രം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക
നിസ്വാർത്ഥമായും നിരന്തരമായും പ്രവർത്തിക്കുന്ന സമാന മനസ്കരായ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും കൊണ്ടാടാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഷെയ്ഖ് അൻസാരി അവാർഡ് നൽകുന്ന ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനസ്സുകൊണ്ടും ഞങ്ങളോടൊപ്പമുള്ള എല്ലാ സുമനസ്സുകളോടുമുള്ള നന്ദി ആദ്യമേ പ്രകാശിപ്പിക്കട്ടെ. ദയാപുരത്തെ ചെറിയ കേരളത്തിന് വലിയ ഒരു ദർശനമാണ്. ആ ദർശനത്തിന്റെ സാക്ഷാത്കാരം പലതരത്തിൽ, പല ദേശങ്ങളിൽ, പല മേഖലകളിൽ സൂക്ഷ്മമായി നടക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെ കണ്ടറിഞ്ഞ് ആഘോഷിക്കേണ്ടത് ഈ ദർശനത്തെ വളർത്താൻ ആവശ്യമാണ്. ഈ ആലോചനയിൽ നിന്നാണ് എനിക്ക് പിതൃതുല്യനായ ഷെയ്ഖ് അൻസാരിയുടെ പേരിൽ ഇങ്ങനെ ഒരു പുരസ്കാരം ഏർപ്പെടുത്തണമെന്ന ചിന്തയിലേക്ക് ദയാപുരം കൂട്ടായ്മ എത്തുന്നത്. നന്മയെ അറിഞ്ഞാദരിക്കാൻ നടത്തുന്ന ഈ ശ്രമത്തിൽ ശിവീയം സുധീരനും ആശ്രയവും അടക്കുന്ന സേവകർ എത്തിച്ചേർന്നത് ഏറെ ചാരിതാർത്ഥ്യജനകമാണ്. കച്ചവടവൽക്കരണത്തിന്റെയും സാമൂഹിക അനീതിയുടെയും വർഗീയതയുടെയും നശീകരണ വാസനകളുടെയും അപകടങ്ങൾക്കെതിരെ ചിന്തയുടെ കൂട്ടായ്മയുടെ നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെ ഒരു തുരുത്തായി ഉണർന്നു നിൽക്കാനാണ് ദയാപുരം സ്ഥാപിച്ചത്. ഇന്ന് അങ്ങനെ നിലനിൽക്കുന്ന തുരുത്തുകളോട് സംവദിക്കാനുള്ള ഒരു വേദിയായി, അതുവഴി നന്മയുടെ ഒരു മണ്ഡലം തന്നെ നിൽക്കാനുള്ള ആഗ്രഹത്തിന്റെ മൂർത്ത രൂപമായി ഈ അവാർഡ് കാലം കടന്നു വരികയാണ്. സവിനയം സശ്രദ്ധം ഞങ്ങൾ ദയാപുരത്തുകാർ ഞങ്ങളുടെ ദൗത്യത്തോടും അതിന്റെ ജീവിത രൂപമായ ഷെയ്ഖ് അൻസാരിയോടും ഒപ്പമുണ്ട്. ആ യാത്രയിൽ ദൈവാനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. يا علي مثلها هذا الأيام تلك الأيام الماضية لا تزال تبقى معي ولما تحضرنا عندنا في مثل هذه المناسبة. هذه المناسبة تصير مناسبة مباركة ميمونة. الأخ الدكتور فضيلة الشيخ إبراهيم الأنصاري نفس الشعور، نفس الإحساس أنا أشعره في قلبي. الأيام أنا أذكر ذكريات الأيام الماضية مثل الأحزان التي تغمر القلوب. يا إخوتي، نحن ننتظر منكم ونرجو منكم أن تكونوا معنا حينا بعد حين أحيانا بين الشواغل المتراكمة. أنتم مسؤولون في خطر وفي درها. نحن نمر إليكم إخوتنا الحقيقة. لذلك نرجو منكم أن تروا لنا، أن تبقوا لنا بعض الدقائق، بعض الساعات حتى تنفقوا معنا مع هذه الأحبة، مع هذه البلدان، مع هذه الإخوة، كأنكم سفراء دولة قطر. أنتم كقنطرة بين دولة قطر وبين شعب قطر وبين شعب كيرلا. لا بد أن تذكروا هذا. نحن في الدعاء لكم ولوالدكم العزيز ولوالدكم العبيد رحمه الله. الله رحمه في دينه وفي الدنيا كان معمورا وآخرته معمورا. إن شاء الله نرجو منكم كل التأييد بزياراتكم المتتالية. هذا فقط حتى تكون وصف والدكم الحبيب هنا في كل معناها، في كل معناها راسية في الأرض. نحن ندعو الله تعالى أن يوفقنا في كل أمورنا. نشكركم شكرا جزيلا من أعماق قلوبنا. أنتم روحوا بهذه الذكريات من كيرلا، من شعب كيرلا إلى بلدكم عموما وإلى بيتكم الخاصة وإلى أعضاء أسرة الأنصارية خصوصا إن شاء الله. السلام عليكم ورحمة الله.
അൻസാരി, ശ്രീ സുധീരൻ, ശ്രീമതി സാന്ദ്ര ജോസ്, കെ പി മോഹനൻ, ദയാപുരം പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഞങ്ങൾ കുറേ പേർക്ക് കുരുതുല്യനും ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രചോദനവുമായ ഷെയ്ഖ് അൻസാരിയുടെ ഓർമ്മയെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ അവാർഡ് ദാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ വേദി സാംസ്കാരിക നായകരുടെയും നിസ്വാർത്ഥ സേവകരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. ഏറെ സന്തോഷകരമാണ് ഈ മുഹൂർത്തം. പല തുറകളിൽ നിന്നുള്ള പല തരം ആളുകൾ ഒരു ദൗത്യത്തിനായി യോജിച്ചതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ദയാപരം. ഈ കാഴ്ചപ്പാടിൻ്റെ ശക്തി ഞങ്ങൾ ഷെയ്ഖ് അൻസാരിയെ മുൻനിർത്തിയാണ് സമാഹരിച്ചത്. 1974 ശ്രീ സയ്യിദ് അബ്ദുറഹീം പരിചയപ്പെടുത്തിയത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഷെയ്ഖ് വല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മൂലാമാലകളോ സാങ്കേതികത്വത്തിൻ്റെ ശാഖ്യങ്ങളോ കൂടാതെ മനുഷ്യർക്ക് സഹായത്തിനും എത്തണം എന്ന വിചാരമാണ് ഷെയ്ഖിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുപോലെ അമ്പരപ്പിക്കുന്ന ആഗോള വീക്ഷണം വയസ്സുകാലത്ത് പോലും ഷെയ്ഖ് ഇന്ത്യയിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ആഫ്രിക്കയിലും സഹായവുമായി ചെന്നു. 1989 നിര്യാതനായപ്പോൾ പല നാട്ടുകാരിൽ നിന്നും മതക്കാരിൽ നിന്നുമുണ്ടായ പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് ഷെയ്ഖ് എത്രമാത്രം സ്നേഹിക്കപ്പെട്ടിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പുറം നാട്ടുകാർക്ക് ഒരു ഖത്തറിന്റെ മരണത്തിൽ കണ്ട ഈ ദുഃഖം എൻ്റെ 50-ലധികം വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു. ഇങ്ങനെ നന്മയുടെ പരോപകാരത്തിൻ്റെ മഹാവ്യക്തിത്വമായ ഷെയ്ഖ് അൻസാരിയുടെ പേരിൽ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെയും സാമുദായിക മൈത്രിയെയും ആദരിക്കാനുള്ള ഒരു വേദിയായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. ഇത് നൽകാൻ മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ശ്രീ എം ടി വാസുദേവൻ നായരും ഷെയ്ഖിന്റെ മകൻ ഡോക്ടർ